പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ കൊച്ചു ദേവദാരു എന്ന പാഠഭാഗമാണ്. അതിന് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് ഡോക്ടർ സാലിം അലി രചിച്ച എസ് ശാന്തി പരിഭാഷ നടത്തിയ കിളിമൊഴി എന്ന ലേഖനമാണ്. പക്ഷി നിരീക്ഷണത്തിൻ്റെ ചില ടിപ്പുകളാണ് ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ലേഖനം ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാൻ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ. അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം. പക്ഷിയുടെ വലിപ്പം, വർണ്ണങ്ങൾ, രൂപസവിശേഷതകൾ, വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യ നീളം, കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ചു വച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും. പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നിരുന്നത്? ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിട്ടായിരുന്നോ കണ്ടത്? എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവുമാകുന്നു അത്ര കണ്ട് ശരിയവും പക്ഷിയുടെ തിരിച്ചറിയാൻ. ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് എന്തു ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ പക്ഷി ഏതായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു പക്ഷിയുടെ നിറം കറുപ്പാണ് എന്നും അത് ബലിക്കാക്കയേക്കാൾ ലേശം വലുതാണെന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞുവെന്നിരിക്കട്ടെ. ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിന് നടുവിലെ പട്ടമരത്തിൽ ചിറക് വിരിച്ചിരുന്ന് വെയിൽ കായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന്. ഈ പക്ഷി പറന്ന് ജലാശയത്തിന് മേൽ വന്നിറങ്ങി എന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു നീർക്കാക്കയാണ് എന്ന്. ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ അയാൾ വിദഗ്ധനാവണം എന്നൊന്നുമില്ല. പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി. വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും. എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യമുണ്ടാകൂ. അപ്പോൾ പക്ഷികളെ നിരീക്ഷിച്ച് അറിയാനുള്ള ടിപ്പുകളാണ് ഈ ലേഖനത്തിൽ തന്നത്. ഡോക്ടർ സാലിം അലി, കിളിമൊഴി, പക്ഷികൾക്ക് വേണ്ടി 35 ഭാഷണങ്ങൾ, പരിഭാഷ എസ് ശാന്തി. നിരീക്ഷണക്കുറിപ്പ്. പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഡോക്ടർ സാലിം അലിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാതൃക നിങ്ങൾക്ക് പഠന പ്രവർത്തനത്തിൽ കൊടുക്കുന്നതാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പഴയകാല റഷ്യൻ ജീവിത പശ്ചാത്തലത്തിൽ സെർഗെയ് മിഖാൽക്കോവ് രചിച്ച മികച്ച കഥകളുടെ സമാഹാരമാണ് ശിശിരത്തിലെ ഓക്കുമരം. ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് സി. തങ്കം. മഞ്ഞും മരങ്ങളും ജീവികളും പ്രകൃതിയും എല്ലാം കഥാപാത്രങ്ങളായി വരുന്ന കഥകളാണ് ഈ കൃതിയിലുള്ളത്. ശിശിരത്തിലെ ഓക്കുമരം എന്ന കൃതിയിലെ ഏറ്റവും മനോഹരമായ കഥകളിൽ ഒന്നാണ് കൊച്ചു ദേവദാരു. കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാവണം. വെട്ടുവാൻ ഓങ്ങിയിടും കൈകളോട് അരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം. ഭൂമിക്ക് കാവലായിട്ട് നമ്മൾ എന്നും ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ ഭൂമിയോട് ഒരു കനിവുണ്ടാകണം. അതുപോലെ തന്നെ മരങ്ങൾ വെട്ടുവാൻ ശ്രമിക്കുന്നവരോട് അരുതെന്ന് പറയാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകണം എന്നാണ് ഇതിനെ ബന്ധവാക്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പാഠഭാഗം വായിക്കാം. വനപാലകൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. അടുത്തുള്ള കാട്ടിലെ വൻപൈ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. അതിൻ്റെ പ്രായത്തിലുള്ള മറ്റ് വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു.
കൊടുങ്കാറ്റ് ഇടിമിന്നൽ വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു. എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല. പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചു മരത്തിൻ്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി. കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്പൈയോട് പറഞ്ഞു, ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു, അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്കെന്ത് പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും, തീർച്ച. എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടുപോകും? എന്തിനു വേണ്ടി? ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും, മാക്പൈ പറഞ്ഞു. നിനക്കറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെപ്പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും. ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു. ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. ശരി, നോക്കിക്കോളൂ, ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും. ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാക്പൈ അതിൻ്റെ പാട്ടിന് പറന്നുപോയി. വേനലിലും ശരത്കാലത്തും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റ് വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞ് വീണ് ഘനം കൊണ്ട് കീഴോട്ട് ചാഞ്ഞു കിടന്നു. കൊച്ചു ദേവദാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. അത് നന്നായി, ആ കൊച്ചുമരം ആശ്വസിച്ചു. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ. പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ 31 വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു. ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇത് കേട്ട് കൊച്ചു ദേവദാരുവിനെ ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല. എന്താശ്ചര്യം, അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു. അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരുന്നു. അതിൻ്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീം എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമരമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചുമരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകന്റെ വീടിൻ്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ് സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെപ്പറ്റി ഓർക്കുമായിരുന്നു. സിർഗേയ് മിഹൽക്കോഫ്
ശിശിരത്തിലെ ഒക്കുമരം. റഷ്യൻ കഥകളാണ്. വിവർത്തനം ചെയ്തിട്ടുള്ളത് സി. തങ്കം. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? മരങ്ങളെ നമ്മൾ വെട്ടരുത്, നമ്മളെ സ്നേഹിക്കണം എന്നാണ് ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃക ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, താങ്ക് യു.